ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത്, ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട് യൂട്യൂബ് വരുമാനം കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് കേട്ടോ. കാരണം 3 ചാനലുണ്ട്, അതുപോലെ തന്നെ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്, ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വീടുണ്ടാക്കിയതൊക്കെ യൂട്യൂബ് ഏണിങ്സ് കൊണ്ടാണോ എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ഒറ്റയടിക്ക് പറയുകയാണ്, അത് യൂട്യൂബ് ഏണിങ്സ് ഒന്നുമല്ല. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് പണം വരാം എന്നൊന്നും ആരും കരുതണ്ട. അതിനൊരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിനൊരുപാട് റിസ്കുകളുണ്ട്, അതിനൊരുപാട് കണ്ടീഷൻസുകളുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം, അതിലൊക്കെ നമ്മൾ ക്ഷമിച്ച് നടക്കണം. എങ്കിൽ മാത്രമേ അതിൽ വിജയം നമുക്ക് വരുള്ളൂ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് വിജയം ഉണ്ടായിരിക്കും. യൂട്യൂബ് ആണെങ്കിലും നമ്മളൊരു വർക്കിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ വീടുണ്ടാക്കിയത് യൂട്യൂബ് വരുമാനം കൊണ്ടല്ല, പക്ഷേ അതിന് ഒരുപാട് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് കുറച്ച് പ്രയാസമാണ് അല്ലേ. എന്നാലും ഞാൻ വിചാരിച്ചതിലും അപ്പുറം എനിക്ക് വീട് എത്രത്തോളം എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, എനിക്കല്ല എൻ്റെ ഹസ്ബൻഡിന് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കുറച്ചെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഞാനിപ്പോൾ യൂട്യൂബിൽ ഇറങ്ങിയിട്ട് ഈ കണ്ട കടങ്ങളൊക്കെ വീട്ടണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊന്നും എനിക്ക് ഉദ്ദേശമില്ല. അതിനെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പടച്ചവനാണ് വലിയവന്, നമുക്ക് ഏത് വഴിയാണ് പഠിച്ച് റബ്ബ് തുറക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഇറങ്ങി. പക്ഷേ ഒരു മനുഷ്യനോടും ശരിക്ക് സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്നിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ സാഹചര്യം കൊണ്ടാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാനും നേടാനൊക്കെ പറ്റും. പക്ഷെ അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ഒരുപാട് ക്ഷമിക്കണം. ഇപ്പം ഇങ്ങനെ ഒരു ഇതിലൊക്കെ ആണെങ്കിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്ഷമകളും അതുപോലെ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കളിയാക്കലും ബാക്കിയുള്ള കാര്യങ്ങളും സംസാരങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് വേണം ഇതിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ ഒരു രക്ഷയില്ല. പിന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാനും കഴിയില്ല. പക്ഷേ എത്രയോ പേര് ഇതിൽ വന്നിട്ട് വിജയം കൈവരിച്ചവരുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നുമില്ല. അപ്പം ഞാൻ ഈ ചാനലുകൾ തുടങ്ങിയിട്ടൊന്നുമല്ല എൻ്റെ വീടെടുത്തത്. പക്ഷെ അതിനൊരുപാട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ട്. സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരമായിരിക്കും അല്ലേ. ഇപ്പോൾ ചെറിയൊരു ജോലി നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്തിന് പറയുന്ന കുറച്ച് സാധനങ്ങൾ, ഡ്രസ്സ്, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും. അതുകൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ നേടട്ടെ. നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയല്ലേ അല്ലേ. പിന്നെ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം കൊണ്ട് അതൊന്നും വല്ലാണ്ട് അങ്ങോട്ട് നമ്മളെ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കുക എന്നല്ലാണ്ട് വേറെ പുറത്തുനിന്നൊന്നും അങ്ങനെ അതിനൊരു ഇത് കിട്ടിയിട്ടില്ല. പിന്നെ ഇതന്നെ. അപ്പോൾ ഇതുകൊണ്ട് എന്താ മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. പക്ഷെ അത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റേതായ കാരണങ്ങളിപ്പം അത് റിക്കവർ ചെയ്തിങ്ങനെ പോരുകയാണ്. ഒക്കെ ശരിയാണെന്ന് വിചാരിക്കണം. അപ്പോൾ വീട് അങ്ങനെയല്ല എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ യൂട്യൂബിലുണ്ട്, കിട്ടും എന്ന് വിചാരിക്കുക. പിന്നെ ഇപ്പം ചില ആളുകളൊക്കെ യൂട്യൂബിൽ വന്ന് മെച്ചപ്പെട്ടവരുണ്ട്, ചില ആളുകൾ ഇട്ടേച്ച് പോയവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുക. എപ്പോഴെങ്കിലും ശരിയാകും എന്നുള്ള ആ ഒരു സമാധാനത്തിലിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ ആയി എന്നോട് ഇത് ചോദിച്ചിട്ടോ. ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇടുന്ന ആ ഒരു നിമിഷം എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് മുമ്പ് വേറൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വലിയ വീടും പിന്നെ യൂട്യൂബിൽ വന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടവർ
ഇത് ചോദിക്കൂല. പക്ഷേ ആ വീഡിയോസ് കാണാത്തവരായിരിക്കും മേ ബി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. യൂട്യൂബിൽ വന്നതിന് ശേഷമാണോ നിങ്ങൾ വീടെടുത്തതും സ്ഥലം വാങ്ങിയതൊക്കെ എന്നുള്ളത്. പിന്നെ കുറേ അറിയുന്ന ആളുകളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ അറിയാത്ത ആളുകളാണ് മിക്കവാറും ഈ ഒരു സംശയം ഉണ്ടാവുക. കാരണം എന്നെ അറിയുന്നവർക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ. അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഇത് ചോദിക്കില്ല. പക്ഷേ നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നവരുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ജനങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചൊരു ഇത് വേണമല്ലോ, ലെക്ക് വേണമെന്നൊന്നും പറയുന്നില്ല. ലെക്കൊന്നുമല്ല, നമ്മൾ യൂട്യൂബിൽ നമ്മളെങ്ങനെ ആക്റ്റീവ് ആകുന്നുവോ അതുപോലെ ഇരിക്കും നമ്മൾ മുന്നോട്ടുള്ള പോക്കുകൾ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. കുറേ ആയി ഞാൻ ഇതിന് റീപ്ലൈ തരണമെന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലുണ്ടല്ലോ മോണിറ്റൈസേഷൻ പോയി എന്ന് പറഞ്ഞത്, ആ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടിയോ? ജനുവരി 27 ആണല്ലോ ഞാൻ പറഞ്ഞ ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ അത് അന്ന് തൊട്ടേ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ പോയവരുണ്ട്, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ പോയവരുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളവരുണ്ട്. അപ്പം എൻ്റെ മോണിറ്റൈസേഷന് കിട്ടിയിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആ വീഡിയോസ് മൊത്തം ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വാച്ച് അവർ കുറച്ചങ്ങ് പോയി. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ വീഡിയോസ് ഒരിക്കലും ഇടാതിരിക്കരുത്. നിങ്ങൾക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് നമ്മൾ മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ടെങ്കിലും വീഡിയോസ് അതിലിടാം. നമ്മൾ ചാനലുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ചാനലൊന്നും ഉണ്ടാവില്ല. കാരണം 2 വർഷത്തെ വീഡിയോസുകളാണ് ഞാൻ ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കിയത്, ഡിലീറ്റ് ആക്കിക്കളയാം. ഡിലീറ്റ് ആക്കുക അല്ലാതൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വാച്ച് അവർ അങ്ങോട്ട് പോയി. പിന്നെ അതിൽ വന്നത് 2000 സംതിങ് വാച്ച് അവറാണ് അതിൽ പിന്നെ കാണുന്നത്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് 2000 സംതിങ് വാച്ച് അവർ ഞാൻ കയറ്റുകയാണ്. അപ്പോൾ 1000-ൻ്റെ പുറത്തായി. ഇനി ഒരു കുറച്ച് 300 വാച്ച് അവറാണ് കയറാനുള്ളത്. അത് മേ ബി ചിലപ്പോൾ പെട്ടെന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബർ ഉണ്ടല്ലോ, അപ്പോൾ ആ സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാച്ച് അവർ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടാവും. കാരണം നമ്മൾ വീഡിയോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സും പോവും. ഇപ്പം നമ്മൾ ഡിലീറ്റ് ആക്കി കഴിയുമ്പോൾ നമ്മളതിലുള്ള വ്യൂസ് വാച്ച് അവറൊക്കെയാണ് കുറയുക. പക്ഷേ നമ്മൾ വീഡിയോസ് ഇടാതിരുന്നു കഴിഞ്ഞാൽ അതിൽ സബ്സ്ക്രൈബേഴ്സും പോവും. വീഡിയോ കാണാനാണല്ലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോസ് ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വാച്ച് അവർ കയറി. ഇപ്പം ഒരു ആഴ്ചക്കുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി റീഅപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ. അതും ചോദിച്ചിട്ടുണ്ടായതുകൊണ്ട് ഒരുപാട് പേര്. കൈ വേദനിക്കുന്നുണ്ട്. ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ല. ഞാനിങ്ങനെ പുറത്തിറങ്ങിയ സമയത്തൊന്നും ഇങ്ങനെ ഈ ചോദ്യത്തിൻ്റെ മറുപടി ഇങ്ങനെ പിന്നെയും ഇങ്ങനെ കണ്ടപ്പോഴേ, ആ ഒരു കമൻറ്റ് ഇങ്ങനെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടെ ഇരിക്കല്ലേ, അപ്പോൾ ആ ഒരു റിപ്ലൈ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ നിന്നിട്ടൊരു വീഡിയോസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുത്തത്, അതിനൊന്നും ആയിട്ടില്ല. എനിക്ക് കിട്ടി തുടങ്ങി ആ ഒരു സമയമായപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി പോയി. കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് ഇനിയിപ്പോൾ ആയി വരണം. ഇനിയിപ്പോൾ എല്ലാവരും ജനുവരി 7 തീയതി എന്തായി എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ അതേക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, ഓരോരോ പ്രശ്നങ്ങൾ. പിന്നെ ഇതിലേക്ക് തന്നെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് പിന്നെ 2 ചാനലിലും ആളുകൾ ഓരോന്ന് കമൻ്റ് ഇടുമ്പം അപ്പോൾ അതിനുള്ള മറുപടി അങ്ങനെ കൊടുത്ത് അങ്ങനെ ദിവസങ്ങൾ പോയി. ഇതിലേക്കുള്ള ആ ഒരു ശ്രദ്ധ വന്നിട്ടില്ല. പിന്നെ ജസ്റ്റ് ഷോർട്സൊക്കെ ഇട്ട് പോകാറുള്ളൂ. ഇപ്പം ഞാനിവിടെ ഇരുന്നപ്പം പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതിലൊരു വീഡിയോസിന് 2000-3000 ഒക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ സബ്സ്ക്രൈബർ വളരെ കുറവാണ്.
അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഇതിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളെ ഫോണിലേക്ക് എത്തുള്ളൂ. കാരണം ഞാൻ എന്നൊന്നും ഇതിൽ വീഡിയോസ് ഇടാറില്ല, എപ്പോഴെങ്കിലും വീഡിയോസ് ഇടാറുള്ളൂ. അങ്ങനെയുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷനും വരത്തില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.